ഹലോ. കേൾക്കാം ഞാൻ പറയുന്നത്? Nandu Subhash is watching. Bring them on video. കഴിഞ്ഞ നല്ല വേണ്ട വേണ്ട സ്ലോ ചോർ. ഹലോ ഹലോ ഹലോ. ഹലോ കേക്കാവോ? ഹലോ ഹലോ കേക്കാവോ? ഹലോ 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 കേക്കാവോ? ഹലോ എന്താണെന്ന് അറിയത്തില്ലേ? ഓഡിയോ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ ഓൺലൈൻ വരുമ്പോ? എന്താണെന്ന് അറിയത്തില്ല. ഓഡിയോ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ ഓൺലൈൻ വരുമ്പോ? എന്താണെന്നറിയാടാ? വർക്കിംഗിൽ അറിയാം. ഈ ഓൺലൈൻ ഫേസ്ബുക്കിൽ നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ ലൈവ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അഡോപ്റ്റ് ചെയ്യുന്ന മൈക്ക് വർക്ക് ചെയ്യത്തില്ല. സെറ്റപ്പ് ആണല്ലോ, കുറെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ, ജീവിതമൊക്കെ നല്ലതുപോലെ പോലെ. അതിന് കമ്പ്യൂട്ടറൊക്കെ വർഷങ്ങളായിട്ട് 10-25 കമ്പ്യൂട്ടർ ഉണ്ട് എനിക്ക്. അതിപ്പോ തുടങ്ങിയൊന്നുമല്ല കമ്പ്യൂട്ടർ ഭ്രാന്തൊക്കെ, വർഷങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ മേളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വെറുതെ നമുക്കങ്ങ് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ റിലീസിങ് എന്താ പറയുക? ഓക്കെയാണ് ബ്രോ, സെറ്റാണ്. ഇനി വല്ല ഭൂമി നിന്നൊക്കെ പോകണം. അതിന് പറയാൻ പറ്റത്തില്ല ഏത് വഴിയാ ഇങ്ങനെ ചതി വരുന്നതെന്നൊന്നും പറയാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ചതിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് സപ്പോർട്ട് കൂടുതൽ. എനിക്ക് അതാ മനസ്സിലാവാത്തത്. അതാ നമ്മളെപ്പോലുള്ള ആൾക്കൊക്കെ ഭയങ്കര കളിയാക്കലൊക്കെയാണ്. എന്തെങ്കിലും ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ കളിയാക്കലാണ്. കുഴപ്പമൊന്നുമില്ല, മമ്മൂക്കയും മോഹൻലാലും ഒക്കെ കളിയാക്കലുകൾ കേൾക്കുന്നുണ്ട്. ശരിയില്ല. റിലീസിങ് എന്താ സെറ്റപ്പ് ആണല്ലോ, കേൾക്കാം. ഇബ്രു 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 ഇബ്രു. എന്തുണ്ട് പിന്നെ എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഇബ്രാഹിം ഇബ്രു വാച്ചിങ്. നിനക്ക് പണിക്ക് പോയിക്കൂടെ? നിന്റെ തന്തയോട് എന്ന് പറയടാ പണിക്ക്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. നിന്നെ പോലെ UK കമന്റ് വിട്ടിട്ട് നിൽക്കുമല്ലേ.
നല്ല അന്തസ്സായിട്ട് നല്ല പണിയെടുക്കാൻ പറ്റും. ആരെ പറഞ്ഞെന്നറിയോ? ദിൽഷാദ് റഷീദ്. നിന്റെ തന്ത ഫ്രീ ആണെങ്കിൽ പുള്ളിയോട് വരാൻ പറ, ഞാൻ 1000 രൂപ ഡെയിലി തച്ചുവല്ലോ എന്ന് പറയാം. ദിൽഷാദ് റഷീദ്. നാണമില്ലല്ലേടാ നാറി. ഫേസ്ബുക്കിൽ ലൈവ് വരുമ്പോഴത്തേക്കിന് തോന്നിയാസം വിളിച്ചു പറയാനായിട്ട്. 21 നവംബർ ഏലിയൻ തൂക്കും. അണ്ണാ ഞാൻ കാണുന്നില്ല, എന്നെ വന്ന് കാണണേ അണ്ണ. കാലിക്കഡ് എന്റെ പ്രൊഫൈൽ ഇട്ട് ചാൻസ് ചോദിച്ചേനൊക്കെ ഊക്കിയ വലിയ സംഭവമല്ലേ അണ്ണ. ഒന്ന് വന്ന് കാണണേ എന്നെ. നീ അങ്ങ് കരഞ്ഞ് തേങ്ങുവാണല്ലോടാ. സന്ദീപ് സ്വാമി ദാസൻ നായർ. നീ കുറെ കമന്റുകൾ എന്റെ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടപ്പോഴത്തേക്കിന് ഞാൻ എന്താ കണ്ടില്ലെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നെ സമയമാവട്ടെ എന്ന് കരുതിയിട്ടിരിക്കുക. നിനക്ക് ഭയങ്കര ചൊറിച്ചിലിന് അസുഖമുണ്ടല്ലോ, ഏതെങ്കിലും നല്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി നല്ല മരുന്ന് കിട്ടും, മേടിച്ച് അങ്ങ് തൂക്കുക, അല്ലെ തേക്കുക. അല്ല എന്റെ ഇതിൽ വന്നിട്ടല്ലേ മാന്തണ്ട. മനസ്സിലായോ? നീ കമന്റ്, നിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിനടി വന്ന് ഞാൻ കമന്റ് ഇടാൻ വരുന്നുണ്ട്? ഇല്ലല്ലോ. നിന്റെ ഏതെങ്കിലും പരിപാടിക്ക് ഞാൻ വരുന്നുണ്ടോ? നിന്റെ എന്തെങ്കിലും നിന്റെ കൊമ്പം മീശം വെച്ചോണ്ടിരിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്ക് എന്തിന്റെ ചൊറിച്ചില്ല? പോയി വല്ല പണിക്കും പോടാ, ഇറക്കാൻ പോയി കമന്റ് അടിക്കാൻ പറ്റും. അതെന്തോ ഭയങ്കര വൻ സംഭവം. അവനെന്തോ മറ്റേ മാങ്ങാത്തൊലി സംഭവം പോലെ. നീ എന്ത് സംഭവം? അവിടെ എല്ലാരും മനുഷ്യരാണ്, എല്ലാരും മരിക്കും വരെ ഇവിടെ ജീവിക്കും. മനസ്സിലായില്ലേ? ആ മരിക്കും വരെ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി പരിശ്രമിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്ത് ചിലപ്പോൾ നമ്മൾ വീഴും, വീഴാതിരിക്കും, ചിലർ ഒറ്റയടിക്ക് സക്സസ് ആവും. അതൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഈ സക്സസ് ആകാത്ത ആൾക്കാരെയും വിജയിക്കാത്ത ആൾക്കാരെയും ഭാവം പോലെ അല്ല എന്റെ സ്വഭാവം. മനസ്സിലായി? ഞാനൊക്കെ ഒന്നുമില്ലായ്മയിൽ കിടക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ എങ്ങനെയും ഒന്ന് കരകയറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ 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 പോകുന്ന. മനസ്സിലായില്ലേ? അപ്പം നീയൊക്കെ താറടിച്ച് എന്നെ അങ്ങ് ചവിട്ടി താത്തി തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മോനെ നടക്കത്തില്ല. മനസ്സിലായില്ലേ? നീ ഇപ്പൊ എത്ര വലിയ കൊമ്പത്തെ മറ്റേടത്ത ആളാണെന്ന് പറഞ്ഞാൽ എനിക്കിത് പറിക്കാൻ രോഗമില്ല, ഇല്ലെങ്കിൽ ഞാൻ പറിച്ചു കാണിച്ചു. ഹായ് ബ്രോ, സുഖമാണോ? വലിയ കുഴപ്പമില്ലടോ, ഷുഗറൊക്കെ കൂടിയിട്ടേ ചാകാറായെന്ന് തോന്നുന്നു. കണ്ണിടിയിലൊക്കെ കറുപ്പൊക്കെ വന്നു തുടങ്ങി. അത്ര വലിയ സുഖമൊന്നുമില്ല. ഈ കമന്റ് കണ്ടിട്ട് ഭയങ്കര വല്ലാത്തൊരു വിഷമം. അതായത് നമ്മളെ അനാവശ്യം പറയുന്നതിൽ ഒന്നുമല്ല. ഇത് എന്നെ മാത്രമല്ലല്ലോ. രേണുസുതി, മോഹൻലാല്, അതുപോലെ തന്നെ എത്രയോ ആൾക്കാരുടെ കമന്റ് ബോക്സുകളിൽ വന്നിട്ട് ഈ പറയുന്ന അനാവശ്യ കമന്റുകൾ ഇടുന്ന ആൾക്കാര്. അപ്പം അത്രയും മലിനമാണോ നമ്മുടെ കേരളം, അല്ലെ മലയാളികൾ അത്രയും മലിനീകരണമായോ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടില്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥലത്ത്, നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ ഒരുപാട് 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 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതിൽ എത്ര പേരാണ് ഇതുപോലെ മലിനീകരണപ്പെട്ടിരിക്കുന്നത്? ഒരാളെ കുത്തി നോവിക്കുമ്പോൾ അവന് വേദന എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന് വിഷമാവുമോ, അല്ലെങ്കിൽ അവന്റെ ബ്രെയിനെ ക്രാക്ക് ചെയ്യുന്ന തരത്തിൽ ഓരോ കമന്റുകൾ ഇട്ട് ഇവന്മാര് സുഖിക്കുമ്പോൾ ഇതേപോലത്തെ സാഡിസ്റ്റുകളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു മനസ്സിലായില്ലേ? ഇഷ്ടം പോലെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം തന്നെ നടത്തിയിട്ടുണ്ടായി. ഇപ്പൊ അടുത്ത പടം സാഡിസ്റ്റ് എന്ന് പറയുന്ന പടമാണല്ലോ ചെയ്തത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ആണ് മനസ്സിലാവുന്നത് മനോരോഗികളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ. അവരെന്തോ ഭയങ്കര മലമറിക്കും. എന്ത് മലമറിക്കാൻ? ഒരു പിണ്ണാക്കും ചെയ്യാൻ പോണില്ല. അവനൊക്കെ അവന്റെ കാര്യവും നോക്കി അവന്റേതായിട്ടുള്ള ലോട്ടറി ഒക്കെ എടുത്ത് അവന്റെയൊക്കെ കാര്യം നോക്കി വെറുതെ വീട്ടിൽ തടഞ്ഞിരിക്കണവനൊക്കെ ആയിരിക്കും. മനസ്സിലായ? അല്ലാതെ ഇവനെ കൊണ്ടിട്ടൊക്കെ ആർക്ക് എന്ത് പ്രയോജനം? ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു ബ്രോ. നിന്റെ വാങ്ങിച്ച പൈസ കൊടുക്കടാ. നിന്റെ വാങ്ങിച്ച പൈസ? ദിൻഷാദ് റഷീദ്. നിന്റെ വാങ്ങിച്ച പൈസ ആരുടെ വാങ്ങിച്ച കാശാ? എടാ ഗൂഗിൾ പേ വഴിയൊക്കെ പൈസ പൈസ തിരിച്ചു കൊടുത്തു. അതൊന്നും നീ ഒന്നും കാണണമെന്നൊന്നുമില്ലേ? ആ കാശൊന്നും തിരിച്ചു കൊടുത്തതൊന്നും നീ കാണത്തൊന്നുമില്ലേ? ഈ എന്നും കുന്നും ഒക്കെ വന്നു ഗൂഗിൾ പേ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പം
അവിടെ വധൂരികളെ നിങ്ങളൊക്കെ ഒന്ന് പുറകിലേക്ക് പോയിട്ട് അതിന്റെ കമന്റ് ബോക്സ് അത് സാധനമൊക്കെ നോക്കുക. അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തതൊക്കെ പറ, അല്ലാതെ ഈ വാങ്ങിയത് മാത്രം പറയല്ലേ. അപ്പൊ അതായത് എന്നെ മാക്സിമം കളിയാക്കി നശിപ്പിക്കുക പബ്ലിക് പ്ലേസിൽ. അപ്പൊ ഇവന്മാർക്ക് എന്തോ നേട്ടം കിട്ടും. ഏതാണ്ട് കാശ് മേടിച്ച് കൊട്ടേഷൻ പണി എടുക്കുന്നത് പോലത്തെ പരിപാടിയാണ് അവന്മാരൊക്കെ കാണിക്കുന്നത്. ഇന്ന് പോയടാ എടുക്കുന്നുണ്ട്. ഹായ് ദിലീപ് പുത്തനമ്പലം, ഹായ് ഹായ് മച്ചാ, എന്തുണ്ട് വിശേഷം? സുഖാണോ? അനസ് ഹലോ. എന്ത് പറ്റുന്ന എന്താണ്? ഒന്നുമില്ലണ്ണ. ഈ കമന്റോളികളിലായിട്ടുള്ള കുറെ മനോരോഗികളുണ്ട് കമന്റോളികൾ. അപ്പൊ അവന്മാരുടെ കമന്റുകൾ വായിച്ച് 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 ഭ്രാന്തായി. അയച്ചാല് വായിച്ച് എന്റെ ഇതിൽ കമന്റ് അടിക്കുന്നത് കൊണ്ടല്ലേ, അതൊരു വലിയൊരു ഒരു വലിയൊരു വിഷയമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികൾ വെച്ചിട്ട് എന്തും സംസാരിക്കാമെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ കൂട്ടം ചേർന്നുകൊണ്ട് സമൂഹത്തിൽ വിവിധരായിട്ടുള്ള ആൾക്കാരുടെ മാനസിക സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുന്ന പരുവത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ഇവന്മാര് പെരുമാറുന്നതിനെതിരെ ആരും പ്രതികരിക്കാത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു 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 ബുദ്ധിമുട്ട്, ഒരു ബാഡ് ഫീൽസ്. നല്ല മൂവി ആണേ കാണും, ഷുവർ. നല്ല മൂവി ആണേ കാണുമെന്ന് പറഞ്ഞാൽ കണ്ടാലല്ലേ നല്ല മൂവി ആണോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. അത് വേറെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് വന്ന് കാണാൻ നിൽക്കാമെന്ന്. എന്റെ മച്ചാനെ, നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമാ മോഹമായിട്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവസരങ്ങൾ കിട്ടാത്ത. ഇപ്പൊ ഇവിടെ എത്ര സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയറിയാം. നിസ്സാരമായിട്ടുള്ള സിനിമകളാണ് ഷൂട്ട് നടക്കുന്നത്. അതിനകത്ത് തന്നെ നിസ്സാരമായിട്ടുള്ള ആൾക്കാരാണ് അഭിനയത്തിൽ ചാൻസ് കിട്ടുന്നത്. പക്ഷെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ, ആർക്ക് വേണേലും സിനിമ അഭിനയിക്കാം. എന്റെ കൂട്ടത്തിൽ വായോ, ഞാൻ നിങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സംരംഭം. അപ്പൊ ഇതിന്റെ അകത്ത് അഭിനയിക്കാൻ വന്നിരിക്കുന്നവരാരും തന്നെ ഷാറൂഖ് ഖാനോ മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലത്തെ അത്രയും ഹെവി ആക്ടേഴ്സ് ഒന്നും അല്ല. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ നല്ലൊരു കഥ, ആദ്യം നിങ്ങൾ കേൾക്കാത്തതോ കാണാത്ത, ഇപ്പം ഹ്യൂമൻ ഏലിയൻസ്, ഓറ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ഏലിയൻസിന്റെ കഥയൊന്നും നിങ്ങൾ ജന്മത്തെങ്ങും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ കേൾക്കാത്ത ടൈപ്പ് ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തിയതാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിൽ എന്നെ കുറെ പേര് ബുദ്ധിമുട്ടിച്ചു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ബുദ്ധിമുട്ടിപ്പിച്ചു, ഫൈനലി അത് റിലീസിന്റെ സമയമായപ്പോൾ ബുദ്ധിമുട്ടിച്ചു. അയച്ചാൽ ചതിക്കുവാണ് നിരന്തരമായിട്ട്. ഇത് എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ആൾക്കാരെ സ്നേഹിക്കും, നമ്മൾ കൂടെ നിർത്തും, തുള കൈയിടും. അപ്പൊ ഇവന്മാര് കാത് കടിച്ചോണ്ട് പോകും. എന്ത് ചെയ്യാൻ പറ്റും? അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം അനുഭവത്തിൽ വന്നപ്പോഴാണ് എവിടെയാണ് എന്താണ് പാളിച്ച പറ്റിയെന്നൊക്കെ മനസ്സിലാവുന്നത്. കുറെ ഫേക്ക് ഐഡീസിന്റെ ഒറിജിനൽ ഐഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എടാ നീ എന്തിന്, എടാ ഈ മാഹിന്റെ ആവണ പറയണ്ട, നീ എന്തിനാ ഈ ചൊറിച്ചിൽ കൊണ്ടുകളെ നോക്കുന്നത്? അത് വിടാൻ. എടാ അത് ഇതിന്റെ പ്രശ്നം എന്നാന്ന് പറയും, ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തതാണ്. ഈ നെഗറ്റീവ് കമന്റ് മാങ്ങ തുലിയൊക്കെ വന്നപ്പോ നമുക്ക് എന്താന്ന് ചിന്തിക്കുന്നതല്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ആൾക്കാരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ കമന്റ് ഇരുന്ന് വായിക്കുക, എന്നിട്ട് അവരത് വെച്ച് ജഡ്ജ് ചെയ്യാണ്. എന്നിട്ട് അവര് വിളിച്ചിട്ട് എന്നെ രാവിലെ വിളിച്ചിട്ട് പറയും, എടാ ഇന്നലെ മറ്റേ പുള്ളി എന്താ അങ്ങനെ കമന്റ് ഇട്ടത്, അത് നീ എന്താ അങ്ങനെ ഇതായത്, അതിനെന്താ നീ മറുപടി കൊടുക്കാത്തത്? ഇപ്പൊ നമുക്ക് ഇവരോട് മറുപടി പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വേറെ ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും, എടാ ഇത് ഇവിടെ നീ അവൻ എന്തായിരിക്കും ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ട്. ഇപ്പൊ ഞാൻ ചിന്തിച്ചത്, ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇപ്പൊ എത്രയോ റോക്കറ്റ് ലോഞ്ച് വരെ മാറ്റി വെച്ചേക്കുന്നത് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പൊ അത് സി ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ എന്റെ സിനിമ ഞാൻ റിലീസ് മാറ്റി വെക്കുന്നത് കൊണ്ട് എനിക്ക് എന്തുവാ, വല്ല 50 കോടി രൂപ വല്ലതും കിട്ടും? ഞാൻ മാക്സിമം അത് എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാനല്ലേ ട്രൈ ചെയ്യത്തുള്ളൂ. ഇപ്പൊ സനു ഒക്കെ എനിക്ക് തന്ന പണി എന്ന് പറഞ്ഞാൽ ഗംഭീര പണിയായിരിക്കും. അപ്പൊ ആ പണിയൊന്നും ഞാൻ ജന്മത്തിൽ പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ മൂന്നാലഞ്ച് പണി ഇങ്ങനെ കൂടുതൽ കൂടുതൽ കിട്ടുമ്പോൾ നമ്മളവരെ വിശ്വസിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പണികളാണ്. അപ്പൊ അത് നമ്മുടെ അനുഭവം, നമ്മൾ അനുഭവിക്കുക എന്നുള്ളൂ. എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും പല വിധത്തില്. എനിക്ക് കിട്ടിയപ്പോ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബ്രോ മാഹി രാവണ ബ്രോ ഈ പറയുന്ന ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചൊറിച്ചിലുള്ള ആൾക്കാരെയൊക്കെ നോക്കി പോകുന്നത്.
പക്ഷെ അതൊക്കെ നിർത്തിക്കണം. അവന്മാരൊക്കെ എവിടുത്തെ ഏത് പോത്താഴത്തിൽ ഇരുന്നിട്ടാണ് ഇവന്മാര് കമന്റ് അടിക്കുന്നതെങ്കിലും അതിപ്പോ എത്ര പേര് കമന്റ് അടിക്കുന്നുണ്ടെങ്കിലും എത്ര ഫേക്ക് ഇടുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പൊക്കും. ഒരെണ്ണത്തിനെയും വെറുതെ വിടത്തില്ല, എല്ലാത്തിനെയും പൊക്കും. പറ്റുവാണെങ്കിൽ നിയമത്തിന്റെ കൈ കൊടുക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് നിയമപരമായിട്ടുള്ള പരിപാടിയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവന്മാർ ഫേക്ക് ഐഡി ആയിട്ട് വരുമ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് അവന്മാരെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അല്ലെ പിന്നെ നമ്മൾ വല്ല പെണ്ണുമായിരിക്കണം. ദൈവം തമ്പുരാൻ സഹായിച്ച് ഞാൻ ആയിട്ട് ജനിച്ചു ഇല്ല, ഞാൻ ആണായിപ്പോയി. അതുകൊണ്ടാണ് പെങ്കൊച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ മോനെ കമന്റ് അടിക്കുന്നവന്റെ ഒക്കെ വെട്ടിക്കെട്ട് തീർന്നേനെ. ബ്രോ തിയേറ്റർ ലിസ്റ്റ് എവിടെ? തിയേറ്റർ ലിസ്റ്റ് ഒന്നും ഇല്ല ബ്രോ, അത്രയും പൈസയൊന്നും ഇല്ല. ഒരു തവണ പൈസ മുടങ്ങി മൊത്തം കാശും പോയി. വെള്ളപ്പൂക്കറികൾ കാരണം കുറെ കാശ് പോയി. അതുകൊണ്ട് ഇപ്പം ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. വരും, വരുമ്പോ ഞാൻ അറിയിക്കാം കേടാ. സഹീർ സനം, ഹലോ കൂയ്, ജിനിക്കുട്ടി, ജിനി എലക്കാട്ട് ചങ്കാണ്. ഹലോ, എവിടെയാണ്? കുറെ നാളായല്ലേ കണ്ടിട്ട്. വിളിയില്ല, സംസാരമില്ല. യാത്രകളാണ് യാത്രകൾ. ഇടക്കിടക്ക് ഞാൻ FB കാണാറുണ്ട്. ജിനി എലക്കാട്ട്, നമ്മുടെ അബി ദോസ്താണ്. ഇന്ന് 18 ആയില്ലേ? ഇന്ന് 18 ആയി. ഇന്ന് 18ആണ്. നാളെ 19ആണ്. അത് കഴിഞ്ഞ് 20ആണ്. അത് കഴിഞ്ഞ് 21ആണ്. അത് കഴിഞ്ഞ് 22ആണ്. അത് കഴിഞ്ഞ് 28ആണ്. ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഡേറ്റ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഡേറ്റുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കും. എനിക്കൊരു ചാൻസ് തരോ? ഏലിയൻ മൂവി പ്ലീസ്. അത് മനസ്സിലായില്ലേ? ഏലിയൻ മൂവിയിൽ ഇനി എങ്ങനെയാ ചാൻസ് തരുന്നത്? അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇനി ഒരാൾക്ക് പോലും ഫ്രീ ഓഫ് കോസ്റ്റിന് ചാൻസ് കൊടുക്കത്തില്ല. ഒരാൾക്കും ഫ്രീ ആയിട്ട് ചാൻസ് കൊടുക്കത്തില്ല. മുഹമ്മദ് ബഷീർ മൈൻഡ് ചെയ്യണ്ട, മുന്നോട്ട് പോകും ബ്രോ. മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ബ്രോ ഇപ്പൊ ഞാൻ ലൈവൊക്കെ ഇടുന്നത്. ഇല്ലെങ്കിൽ മുഹമ്മദ് ബഷീർ പറയാണ് മൈൻഡ് ചെയ്യേണ്ട മുന്നോട്ട്. ഇതെന്ത് പ്രശ്നം? ഈ മൈൻഡ് ചെയ്യേണ്ട എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഇവന്മാര് വളരുന്നത്. അതിനേക്കാൾ നല്ല അവന്മാരെ കണ്ടെത്തിയിട്ട് അവന്മാർക്ക് നമ്മൾ പപ്പടവും പഴവും പാലും പായസമൊക്കെ വെച്ചിട്ട് ഒരു സദ്യയൊക്കെ കൊടുത്തിട്ട് വിടാന്നുണ്ടെങ്കിൽ ചിലപ്പോ അതോടുകൂടി നിന്നാലോ. ഒരുത്തനെ പൊക്കിയിട്ടുണ്ട് ഞാൻ. ദിൻഷാദ് റഷീദാ, സിനിമ എന്നാ ഇറങ്ങുന്നേ? എടാ നീ അല്ലടാ മേളി വന്നേച്ചും എന്തോ ഒരു മോശം കമന്റ് ഇട്ടിട്ട് പോയേ ദിൽഷാദ് റഷീദെ. പിന്നെ നീ എന്തിനു നാണം ഉണ്ടോടാ നിനക്ക് ചോദിക്കാൻ? നീ ഏതെങ്കിലും വകുപ്പിൽ അറിഞ്ഞിട്ട് നീ പോയി പടം കണ്ടാൽ മതി. നിനക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നീ അറിയണ്ട, നീ കാണണ്ട സിനിമ. നീ വേറെ വല്ലവരുടെയും പടം പോയി കാണാം. എന്റെ പടം നീ കാണണ്ട. ദിൽഷാദ് റഷീദ് നീ കാണാ. ആ പരിസരത്തിട്ട് ഒന്ന് ആട്ടി ഓടിക്കുന്നു. സുനിൽ മംഗലശ്ശേരി, എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാവും കൂടെ, വിട്ട് കളാ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാല് കഴിഞ്ഞ സീരിയല് ഇപ്പൊ റെസ്റ്റ് എടുക്കും. എന്നെ പോലുള്ള ആളുകൾ ഉണ്ടാവും കൂടെ, വിട്ടുകളാ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? സുനിൽ മംഗലശ്ശേരി ഏതാ? മറ്റേ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് ഈ പേരുകൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ പരസ്പരം സംസാരിച്ച കഥകളൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. സന്തോഷ് പണ്ഡിറ്റുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് ഈ സുനിൽ മംഗലശ്ശേരി. ബാബു ബാഹുലാൽ ആറ്റിങ്ങൽ, സുഹൃത്തെ അടുത്ത പടം സാഡിസ്റ്റ് ആണ്. യെസ്, അടുത്ത പടം സാഡിസ്റ്റ് ആണ്. ഇടിച്ച് പൊളിക്കുകയാണ് എല്ലാത്തിനും. അടുത്ത പടം ഇടിയോട് ഇടിയാണ്. എല്ലാവർക്കും മറ്റേ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. റിയാലിറ്റി ഒന്നും വേണ്ട. അവന്റെ മൊബൈൽ നോക്കിയയിലൊക്കെ എടുക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പൊ അതെടുത്ത് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് നല്ല പടപ്പ സാധനം കാണിച്ചു കൊടുക്കുക. നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കുമ്പോൾ ഇവന്മാരൊക്കെ തലേ കയറി പൊങ്കാലി ഇടുവാണ്. നമ്മളെങ്കിൽ ഒന്ന് തട്ടുകടയുണ്ട്, ലുലുമാളും ഉണ്ട്, താജ് ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പൊ റേറ്റ് കൂടുന്നതിനനുസരിച്ച് താജ് ഹോട്ടലിൽ ലുലുമാളിൽ പോകാം. അല്ലെങ്കിൽ തട്ടുകടയിൽ ഇരുന്നാലും നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ, വിശപ്പ് മറിയാൻ മതിയല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പിള്ളേർക്കൊന്നും അതല്ല. നീ കമന്റോളികൾക്കൊന്നും അങ്ങനെയല്ല. അവർക്ക് എങ്ങനെയും താറടിക്കണം. അപ്പൊ അതുകൊണ്ടിട്ട് സാഡിസ്റ്റ് ഇച്ചിരി സ്റ്റൈലിഷ് പരിപാടിയായിട്ട് സിനിമാറ്റിക് മാത്രം, ഒൺലി ഫോർ മാസ് എലമെന്റ്. അടുത്തത് അടി ഇടി പരിപാടിയാണ്. ജിനി എന്നെ കണ്ട് സെൻസർ കഴിഞ്ഞ പടത്തിന് റിലീസ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? വാസുദേവൻ MB. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ബ്രോ. അത് കുറച്ച്
ഒരു കൂട്ടം ആൾക്കാർ ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത വലിയൊരു പ്രോഗ്രാമിംഗ് ആയിരുന്നു. അത് ഇട്ടുതന്നെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളെല്ലാം ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. അവരുടെ പേര്, അവർ ചെയ്യുന്ന ജോലി, അവരെവിടെയാണ് ഉള്ളത്, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വീട്ടിലാരൊക്കെയുണ്ട് എന്ന് വേണ്ട സകലമാന ഡീറ്റെയിൽസും ഞാൻ ഫേസ്ബുക്കിൽ കൂടെ പറയുന്നതാണ്. അത് ഒരാളല്ല, അതൊരു വലിയൊരു ഗ്യാങ് ആണ്. അതായത് പലരും പല സ്ഥലത്ത് ഇരുന്നിട്ട് ഒരേ കാര്യം ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പൊ അവന്മാരുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവന്മാർ എത്രയൊക്കെ പോക്കൃത്തരം കാണിച്ചിട്ടുണ്ട്, എന്തരയൊക്കെ ഫ്രോഡ് പണി കാണിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഫേക്ക് ഐ ഡീസിൽ വന്നിരുന്ന കമന്റ് അടിച്ച കമന്റുകളടക്കം ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാത്തിനും പൊക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാൻ ഒരു ദിവസം ഇതേപോലെ തന്നെ ലൈവ് വന്നിട്ട് 1 by 1 ആയിട്ട് ഇടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ അവന്മാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, വടയും ചായയൊക്കെ കൊടുക്കാം. ഇല്ല, നീ തിരിച്ചു കൊടുത്ത പൈസ നിനക്ക് PM അയക്കാം. എന്തുവാടാ ഈ പറയുന്നത്? ഇല്ല, നീ തിരിച്ചു കൊടുത്തില്ല, പൈസ നിനക്ക് PM അയക്കാം. PM അയക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ദിൽഷാദ് റഷീദ് പറഞ്ഞത് മനസ്സിലായില്ല. മുഹമ്മദ് ബഷീർ, ഞാൻ മഞ്ചേരിക്കാരൻ, ഇവിടെ റിലീസ് ഉണ്ടോ? മഞ്ചേരിയിലൊന്നും ഈ ആഴ്ച ഉണ്ടാവുമല്ലോ. പതിയെ ആദ്യം ആൾക്കാരൊക്കെ ഒന്ന് കണ്ടും കേട്ടും പതിയെ ഒന്ന് കണ്ടൊക്കെ വരട്ടെ. തിയേറ്ററുകാർക്ക് ട്രസ്റ്റ് വരണം. ടിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ട്രസ്റ്റ് വരാതെ പടം തിയേറ്ററിലൊന്നും പ്ലേ ആകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് മുടക്കണം. 40-45,000 രൂപ തിയേറ്ററിനൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ. എന്നാലാണ് നമുക്ക് ഈ തിയേറ്ററിന്റെ ഒക്കെ കുഴപ്പം വെച്ചാലേ, ഒരു ദിവസത്തേക്കിനോ 2 ദിവസത്തേക്കിനല്ല തിയേറ്റർ ചാർട്ട് ചെയ്യുന്നത്, ഒരാഴ്ചത്തേക്കിനാണ് ചാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരാഴ്ചത്തേക്കിനുള്ള പൈസയാണ് നമ്മൾ ഇപ്പൊ ക്യൂബോ UFO സ്ക്രാബ് ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒക്കെ പോലത്തെ അവിടെ നിന്നൊക്കെ നമ്മൾ ഒരാഴ്ചത്തേക്കിനുള്ള പേയ്മെന്റ് ആണ് അടയ്ക്കുന്നത്. അപ്പൊ പടം ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരാഴ്ചത്തെ പൈസ നമ്മുടെ പോകും. പടം ഓടിയ ലക്ക്, ഭാഗ്യം. പടം ഓടിയില്ലെങ്കിൽ സ്വാഹ. അങ്ങനെയാണ് സിനിമയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ടിട്ട് അത്യാവശ്യം അഭിപ്രായം വന്നതിന് ശേഷം പതിയെ 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 നമുക്ക് വലുതാക്കാം. അശ്വന്ത് റിവ്യൂ കണ്ടിട്ട് പടം കാണാം, അതല്ലേ ഇപ്പോൾ ട്രെൻഡ്. അതൊക്കെ ഒരുതരം ഗതികേടാടും. റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോവുക എന്ന് പറയുമ്പോൾ കയ്യിൽ കാശ് കളയാൻ കഴിയലാത്തത് കൊണ്ടാണ് നല്ല പടമാണെങ്കിൽ പോയാൽ മതിയല്ലോ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അതാണ് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ഇപ്പൊ അശ്വന്ത് ഗോക്കിനെ സംബന്ധിച്ച് അവൻ എല്ലാ ദിവസവും പടം കാണുന്നുണ്ട്. അവന് എല്ലാ പടം ഇഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് നല്ലതാവാൻ ചീത്തയാവും. പക്ഷെ പടം നിങ്ങളിപ്പോ എല്ലാ പടം കാണാത്ത ആളാണ്, വല്ലപ്പോഴും പടം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഇപ്പൊ എന്ത് സംഭവിക്കാനാണ്? മാനൊന്നും ഇടിഞ്ഞു വീഴ്ത്തൊന്നും ഇല്ലല്ലോ. ബോറടിച്ച് നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാ. ഇനി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങാം. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. AC റൂം, AC ക്യാബിന്, നല്ല കസേര, പോപ്കോണ്, സുഖമല്ലേ? ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടോണ്ടിരിക്കുക, ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോവാ. വളരെ സിമ്പിൾ അല്ലേ? പിന്നെ കയ്യിൽ നിന്ന് കാശ് പോവും. 100-150 രൂപ. നല്ല പടമാണെങ്കിൽ 160 രൂപയ്ക്ക് വരെ ഒരു 2000 രൂപയുടെ ലാഭം കിട്ടും. പടം കൊള്ളത്തില്ലെങ്കിൽ ആ 160 രൂപയും പോകും. അതാണല്ലോ. ആ 160 രൂപ ആ പ്രൊഡ്യൂസറിനെ സമ്മാനിച്ചതുപോലെ ആയിപ്പോവും. അങ്ങനെയാണ് സിനിമയുടെ കാര്യം. പിന്നെ നല്ലത് മോശം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പടമാണെന്നും പറഞ്ഞ് ആൾക്കാർ പൈസ കൊടുത്തിട്ടൊക്കെ പറയിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പലതും മനസ്സിലാകത്തില്ല. എല്ലായിടത്തും കള്ളക്കളികളുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കണ്ടാൽ തന്നെ നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. എല്ലാ പടവും തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ വേറൊരു ആംബിയന്റ് ആണ്, തിയേറ്ററിലല്ലാതെ കാണുമ്പോൾ വേറൊരു ആംബിയന്റ് ആണ്. ചൊറിച്ചിൽ സന്ദീപ് വീണ്ടും വന്നിട്ടുണ്ട്. സന്ദീപ് സ്വാമിനാഥൻ, അവന് ഫേമസ് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ ഞാൻ ഫേമസ് ആക്കണം, അതാണ് അവന്റെ ആവശ്യം. അപ്പൊ അവനെ ഫേമസ് ആക്കിയേക്കാം. സെറ്റ് ജനങ്ങളെ, ഓൾ ദ ബെസ്റ്റ്, എൻജോയ്. കമോൺ എലി, രാത്രി സുരഭീലമാക്കൂ. കമോൺട്രാ പീപ്പിൾ. അവനങ്ങോട്ട് ചൊറിച്ചിലെടുത്തിട്ട്, എടാ നിനക്ക് പ്രായം കുറെ ആയില്ലടാ, മെച്ചൂരിറ്റി ഇല്ലേ നിനക്ക്? നിനക്ക് എന്തിന്റെ കേടാണ്? നീ ഇങ്ങനെ ഈ നഴ്സറി പിള്ളേരെ പോലെ വന്നിരുന്നിട്ട് ഇങ്ങനെ കൊണ കമന്റ് അടിക്കില്ലടാ. നിന്നെ കണ്ടിട്ട് നിനക്ക് അത്യാവശ്യം സൈസ് ഉണ്ട്, നീ അത്യാവശ്യം എന്താ പറയുക നല്ല പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. നീ കുറച്ച് മെച്യൂരിറ്റി കാണിക്കാൻ തോന്നുന്നു. മനസ്സിലായില്ലേ? നീ വീഡിയോ ഇട്, ഇതുപോലെ എന്നെ പോലെയൊക്കെ വീഡിയോ ഇട്, അല്ലെ എന്നെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ല ചുമ്മാ കുറെ ഡയലോഗ് അടിച്ച് കയറ്റി വെച്ചിട്ട് എന്തായാലും ഇത്രയും അസൂയ നിനക്കുണ്ടെന്ന് നിന്നെ കണ്ടാ പറയത്തില്ലല്ലോടാ. നിന്നെ ഞാൻ ഒരിക്കൽ അവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ നീ എന്താ നന്ദൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഓടി വന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എവിടെ വെച്ചായിരുന്നു ഞാൻ ഓർക്കണില്ല.
കാര്യം ഇതിന്റെ ഈ മീച്ച ഉം, ഉം, സഹീർ ഷാനോ ബുക്ക് മൈ ഷോ ഓപ്പൺ ആയോ ബ്രോ? ബുക്ക് മൈ ഷോ ഓപ്പൺ ആയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല, ചിലപ്പോ ആയിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ഭയങ്കര സാഡ് മൂഡിലാണ് ബ്രോ, അതുകൊണ്ട് നല്ല അങ്ങോട്ടൊരു മനസ്സിനൊരു സുഖമില്ല. ആരും ഈ സിനിമയ്ക്ക് ഗൂഗിൾ പേ അയക്കരുത്, ഈ സിനിമ ഇറങ്ങിയില്ല. എന്നുവെച്ചാ അവന്റെ തന്തയാണല്ലോ പടം പ്രൊഡ്യൂസ് ചെയ്തത്, ഈ ദിൽഷാദ് റഷീദിന്റെ തന്തയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടിട്ട് അവന്റെ തന്ത ഇവനോട് പറഞ്ഞിട്ടുണ്ട്, ആരും ഈ സിനിമയ്ക്ക് ഗൂഗിൾ പേ അയക്കരുത്, ഈ സിനിമ ഇറങ്ങത്തില്ല. ഇപ്പൊ ഇറങ്ങാത്ത പടമാണ് അവന്റെ തന്ത പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടിട്ട് ദൈവത്തെ ഓർത്ത് ആരും ഗൂഗിൾ പേ അയക്കരുത്. ദിൽഷാദ് റഷീദിന്റെ തന്ത പ്രൊഡ്യൂസ് ചെയ്ത പടമാണിത്. അതുകൊണ്ടിട്ട് ഇതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടാ. ദിൽഷാദ് റഷീദ് ഇവനൊക്കെ ഇവിടുന്ന് വരുന്നെന്നുള്ളതാണ്. ഇതൊക്കെ പോലെ ഈ ഭൂമിയില് മറ്റേ മഴ പെയ്തപ്പോഴത്തേക്കും മഴയുടെ കൂട്ടത്തില് ഈ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് വല്ല ഉണ്ടായതാണ്, അറിയത്തില്ല. ആ, ഈ മനുഷ്യനുണ്ടാകുന്നത് എങ്ങനെയാ? മനുഷ്യൻ നേരത്തെ നമ്മുടെ ഇതിലുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ബ്ലഡിൽ നിന്നൊക്കെയാണല്ലോ മനുഷ്യനുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്കത് പണ്ടെപ്പോഴും പെയ്ത മഴയ്ക്കകത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു, ആ പൊടിക്കകത്ത് നിന്നെങ്ങാണ്ടുണ്ടായി അതിന്റെ ഒരു ചൊറിച്ചിലാണ് ഈ ദിൽഷാദ് റഷീദിനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ധൈര്യപൂർവ്വം തളർന്നാൽ തോറ്റു എന്നാണ് ഷാജി മാത്യു. തളർന്നാലെന്നല്ല, ഒരു മനസ്സിനൊരു സുഖമില്ല. അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മലിനീകരിക്കപ്പെട്ട ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തോന്നലിൽ നിന്നുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ദുഃഖം. കാര്യം നമ്മൾ മലയാളികളെ എപ്പോഴും അഭിമാനത്തോടുകൂടി മറ്റ് രാജ്യക്കാരും മറ്റ് സംസ്ഥാനക്കാരും ഒക്കെ മലയാളി എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുമ്പോൾ, അതേ മലയാളികൾ തന്നെ ഇതേപോലത്തെ വളരെ അനാവശ്യമായതും വളരെ ഹീനമായിട്ടുള്ളതുമായിട്ടുള്ള, അതും ബുദ്ധിഹീനമായ രീതിയിലുള്ള കമന്റുകൾ എല്ലാവരുടെയും, അതായത് ഒട്ടുമിക്ക ആൾക്കാരുടെയും കമന്റ് ബോക്സിൽ വന്ന് നിരന്തരം നിരന്തരം ഇടുമ്പോൾ ഇവന്മാരൊക്കെ ഈ ഓറ ഏലിയൻസിൽപ്പെട്ട ആൾക്കാരാണോ എന്ന് വരെ എന്റെ സംശയം ഇല്ലാതില്ല. എന്തിനാണ് ഇവന്മാരെയൊക്കെ വളർത്തണമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ അല്ലയാ, ഗുഡ് നൈറ്റ്. മാഹിരാണ്. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ്. പത്തനംതിട്ട റിലീസ് ഉണ്ടോ? ഉണ്ടാവും ബ്രോ. മറുപടി തരാതെ നിനക്ക് എന്ത് മറുപടിയാ വേണ്ടത് സക്കീറെ? ഗൂഗിൾ പേ എണ്ണ സുഖമാണോ? അല്ലടു, കുറച്ച് സുഖം തരാമെങ്കിൽ താ. സുഖക്കുറവുണ്ട് ഇച്ചിരി. പിന്നെ അധീരയെ കൊന്ന റോക്കി ബായ്. ഓ, റോക്കി ബായ്. റോക്കി ബായ് ഒക്കെ എനിക്ക് മലയാളത്തിൽ കമന്റ് അടിക്കാനായോ? നൈജിൽ എല്ലാം സെറ്റ് മച്ചാനെ. എപ്പോഴാടാ നീ പണ്ടെങ്ങാണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തതല്ലേ? എനിക്ക് എവിടെ നിന്നെ ഇടയ്ക്കെങ്ങാണ്ട് ലുലുവിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? നൈജിൽ എല്ലാം സെറ്റ് ആവുന്നത് സെറ്റ് ആവുമല്ലോ, നമ്മളായിട്ട് സെറ്റ് ആക്കണം. നമ്മൾ സെറ്റ് ആകാതിരിക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാർ പരിശ്രമിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് സെറ്റ് ആക്കണം. ജിന്നി എല്ലക്കാട്ട് പറയുന്നത് കേട്ടാ, അവരുടെ ഒരു സ്നേഹം നോക്കി. ഷുഗർ കൂടിയാൽ പോയി കിടന്ന് ഉറങ്ങാം. ഉറക്കം ഇല്ലെന്നേ, മൂന്നാല് എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്ക് മേളിലായി ഉറങ്ങിയിട്ട്. ഒരു ഉറക്കമൊന്നും ഇല്ല. അതൊരു ഉറക്കമില്ലാതായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഒരു ഉറക്കമില്ല. നമുക്ക് ആ ഒരു സുഖമുള്ള ഒരു ഉറക്കമില്ല നിലവില്. ഷുഗർ കൂടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ തന്നെ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ തലയുടെ മാഗ്നറ്റ് എന്തോ ഇങ്ങനെ വലിയുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ്. ഉറക്കമില്ല. അത് പണ്ടും എനിക്ക് ഉറക്കക്കുറവുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്.
Hmm. Jacob Sakria, full support, all the best. Thank you, Jacob Sakria, for your grand full support. അതിരേക്ക് ഒന്ന് റോക്കി ബൈ ഇവനൊന്നും ഞാൻ ഇനി കമന്റേ പറയത്തില്ല കേട്ടോ. അവന്റെയൊക്കെ പേര് മാത്രം പറയാം. അവന്റെ കമന്റ് ആവശ്യമുള്ള ഒരു വായിക്കുക, ചീക്കുക, തള്ളുക. അവരൊന്നും ഞാൻ മറുപടി കൊടുക്കത്തൊന്നുമില്ല. ഫിറോസ് ഫിറോസ്, ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു ബ്രോ. ഫിറോസ് ഫിറോസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്. ഈ സന്ദീപ് സ്വാമിനാഥൻ പറയുന്ന സുനയ്ക്കൊന്നും ഞാൻ ഇനി മറുപടി പറയത്തില്ല കേട്ടോ. കാര്യം അവനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്റെ വായിൽ നിന്ന്. അതൊക്കെ ആവശ്യമുള്ളൊരു വായിക്കുക, ചിരിക്കുക, തള്ളുക. അതന്നെ പരിപാടി. വായിക്കുക, തിരികെ തള്ളുക, വായിക്കുക, ചിരികെ തള്ളുക. അതാണ് അതേപോലത്തെ ആൾക്കാരുടെ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള ബാറ്ററി തീർന്ന ടോർച്ച് പോലത്തെ അവസ്ഥയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊന്നും നമ്മൾ കമന്റിന് മറുപടി കൊടുക്കണ്ട. കാര്യം അവർ വളരും. അങ്ങനെ അവന്മാര് വളരണ്ട, നമ്മൾ വളർന്നാൽ മതി. നമ്മൾ കാരണം അവന്മാരെ ഇനി വളർത്തണ്ട. മനസ്സിലായില്ലേ? അവന്മാർക്ക് ഒതുക്കത്തി വന്ന് കമന്റ് അടിച്ച് അങ്ങ് എങ്ങനെയെങ്കിലൊക്കെ കയറി പോകാൻ നോക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഉം. ഉം. ഊഫ്, അവന്റെ കമന്റ് പൊന്നെ പോവേ. ജേക്കബ് സക്രിയ ഫുൾ സപ്പോർട്ട്. താങ്ക് യു ബ്രോ. അതാണ് രാജേഷ് ചെന്നപ്ര, ഹായ്. പാതിര പുള്ളുണർന്നു, പരൽ മുല്ലക്കാവുണർന്നു, പാഴ്മുളം കൂട്ടിലേ പാട്ടുണർന്നു. ഫെബിൻ മാത്യു ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഒരു കമന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അയാൾ സ്വയം പുള്ളിയുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. പുള്ളിനെ കുറിച്ചിട്ട് പുള്ളി തന്നെ സ്വയം പൊക്കി കമന്റ് ഇട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഫെബിൻ മാത്യു എന്നാണ് അവന്റെ പേര്. തപ്പി നോക്കുക, എങ്ങനെയുള്ള ആളാണെന്നുള്ളത് തപ്പി നോക്കുക. അവനൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. സപ്പോർട്ട്. ഡെന്നി തെറ്റിയിൽ തോമസ് എനിക്ക് വീണ്ടും സപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. താങ്ക് യു ഡെന്നി തെറ്റിയിൽ തോമസ്. ലവ് യു ബ്രോ. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യും. ആ, മാഹി രാവണ ചോദിച്ചിരിക്കുകയാണ്, കൊണ കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ഇട്ട് കളഞ്ഞു. എന്റെ പൊന്നളിയ, ബ്ലോക്ക് ലിസ്റ്റ് തീർന്ന്. ഫേസ്ബുക്കിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേടേ. ഇത് എത്രയെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിനും വേണ്ടിയിട്ടുള്ള ആൾക്കാർ എവിടെ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തെരഞ്ഞു പിടിച്ചേക്ക് വരുമോ തന്നെ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. മച്ചാനെ സുഖമാണോ ഷാഫി ഷാബി? അത്ര സുഖം പോരാ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിന്. എന്താ എന്നെ മറന്നു ഷാഫി ഷാബി? അയ്യോ അയ്യോ അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് കൂണാന്ന് പറഞ്ഞ് ചെറിയ രീതിയിലേ കാണത്തുള്ളൂ നിങ്ങളുടെ ഫേസ്. അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും. ഇപ്പോൾ ഒരു സിനിമ കാണാൻ മിനിമം ഒരു 1000 രൂപ വേണം. ടിക്കറ്റ്, പെട്രോൾ, പോപ്കോൺ, ഒരു കോഫിയുടെ എല്ലാം കൂടി. പിന്നെ കുറച്ച് റിവ്യൂ കണ്ടതിന് ശേഷം സിനിമ കാണാൻ പോകുന്നതല്ലേ നല്ലത്. നമുക്ക് ഒരു ലൈഫുള്ളൂ ബ്രോ. ഷൈനി എന്നെ ഷൈൻ കുമാറിനോടാണ് പറയുന്നത്. പുള്ളി പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ കാണാൻ മിനിമം 1000 രൂപ വേണം. ടിക്കറ്റ്, പെട്രോൾ, പോപ്കോൺ, ഒരു കോഫി എല്ലാം കൂടി. പിന്നെ കുറച്ച് റിവ്യൂ കണ്ടതിന് ശേഷം സിനിമ കാണാൻ പോകുന്നതല്ലേ നല്ലത്. എനിക്ക് ഷൈൻ കുമാറിനോട് പറയാനുള്ളത്, നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആകപ്പാടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം മരിച്ചു പോകും എന്നുള്ളത് മാത്രമാണ്. ജീവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ല. പക്ഷെ മരിച്ചു പോകും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. അതിന്റെ കാരണം എന്തുവാ? ഇന്നേ വരെ നമ്മുടെ പൂർവികര് ഒരുപാട് വർഷക്കാലം ജീവിച്ചിരുന്നിട്ട് നമുക്കറിയത്തില്ല. പണ്ടത്തെ മനുഷ്യർ 10-20 കൊല്ലമൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നതോട് 150, 100, 50, 60 അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞവരാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ ചെലവുകൾ ചുരുക്കി ജീവിക്കാം എന്ന് കരുതിയാൽ ആ ലൈഫ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? വളരെ സിമ്പിൾ ആയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുക, മാക്സിമം അധ്വാനിക്കുക. നാറാണത്ത് പ്രാന്തൻ പറഞ്ഞ പോലെ തന്നെ, നാറാണത്ത് പ്രാന്തനെ ഞാൻ ഭയങ്കര ഫാനാണ് നാറാണത്തുവിന്റെ.
കാര്യം വെച്ചാൽ നാരായണത്തുറ പ്രാർത്ഥന ഇവിടുന്ന് താഴത്ത് നിന്ന് ഇങ്ങനെ കല്ലുരുട്ടി ഉരുട്ടി 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 പുള്ളി പാലയുടെ മേളിൽ കൊണ്ടുവച്ചിട്ട് ഒരൊറ്റ ഇടലാണ്. അതിൽ പുള്ളി ഹാപ്പിയായി. അത് അതൊരു കഥയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് റിയാലിറ്റിയിൽ നടന്ന കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു കഥയാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു പാറയുടെ മുകളിൽ നടന്നു കയറാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഒരു പാറക്കല്ല് ഉരുട്ടി ഉരുട്ടി ഇയാള് മേളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ബാസാ പുള്ളി. സോറി. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? അതാണ് വലിയൊരു ചോദ്യമാണ്. നമ്മള് മറ്റേ ബാങ്കിന്റെ CC അടയ്ക്കാൻ ജീവിക്കുകയാണോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മക്കളെ വളർത്തി വലുതാക്കി അവർക്കൊരു ഇതിനു വേണ്ടിയിട്ട് ജീവിക്കുകയാണോ? ഇനി അതല്ലെങ്കിൽ സമൂഹത്തിനെ നന്നാക്കി എന്തോ നമ്മൾ മാസ്മരികമായിട്ട് മലമറിക്കാം എന്ന് ഉള്ളതിന് ജീവിക്കുകയാണോ? ഇനി അല്ലെന്നുണ്ടെങ്കിൽ കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് പൂർവിക അല്ല വരും തലമുറയ്ക്ക് കൊടുക്കാം എന്ന് കരുതി ജീവിക്കുകയാണോ? എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? അതൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മൾ ചൂസ് ചെയ്ത ശരീരമല്ല, നമ്മൾ ചൂസ് ചെയ്ത ജീവനല്ല. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അസുഖം വരുന്നത്, വിശപ്പ് വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം എത്ര സമയം എടുക്കണം എന്ന് നമുക്ക് സ്വയം ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ എന്താണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലാതെ ഒരു പരിപാടി നമുക്കിവിടെ ഓപ്ഷൻ ഇല്ല, അങ്ങ് പോവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. കുടുംബത്ത് ഒരാഴ്ച ഒരു 2500 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 2, 4, 6, 8, 10,000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 8,000 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് ജീവിക്കാം. 8 ദിവസം കൂലിപ്പണിക്ക് പോയാൽ മതി. 8 ദിവസം, അതായത് മാസത്തിൽ 1.5 ആഴ്ച പണിക്ക് പോകുന്ന ഒരു കൂലിപ്പണിക്കാരന് സുഖകരമായ രീതിയിൽ ജീവിക്കാം. പക്ഷേ എന്താണ് ഇവിടുത്തെ സമൂഹത്തിന്റെ പ്രശ്നം? 30 ദിവസം പണിക്ക് പോകുന്ന ഒരു കൂലിപ്പണിക്കാരൻ 30,000 രൂപ കിട്ടും. ആ സമയത്ത് അത്യാവശ്യം വൈറ്റ് കോളർ ജോബുള്ള ഒരാൾക്ക് ബേസിക്കലി ഒരു 30 രൂപ കിട്ടും. നമ്മൾ ഈ കാശ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ 1, 2, 3 ലക്ഷം രൂപ മന്ത്ലി ഏൺ ചെയ്തിട്ട് ഈ കാശ് നമ്മൾ കൊണ്ടുപോയിട്ട് ലുലു മാള് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമാ തിയേറ്റർ എന്ന് വേണ്ട ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അതായത് ഏതോ ഒരു പണക്കാരുടെ ഇത് പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ വേറൊരു പണക്കാരന് കൊടുക്കുന്ന മീഡിയേറ്റേഴ്സ് ആയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ ഏതോ ഒരു പണക്കാരൻ അവന്റെ ഒരു ഉൽപ്പന്നം വളർത്താൻ വേണ്ടി നമുക്ക് ജോലി തരുന്നു, അവന്റെ ഇടയ്ക്കുന്ന മാസം നമ്മൾ ശമ്പളം വാങ്ങുന്നു, അവിടെ നിന്ന് വാങ്ങിയിട്ട് വേറൊരു പണക്കാരൻ നമുക്ക് സുഖിക്കാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും മറ്റുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടേക്കുന്നു, അവനും കൊണ്ട് കൊടുക്കുന്നു. ഈ ക്രയവിക്രയം നടക്കാത്ത ആൾക്കാരെല്ലാം ജീവിതത്തിൽ ഒന്നും ആകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അപ്പം ഈ 2 പണക്കാർക്ക് നമ്മളെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചോദ്യം. മനസ്സിലായില്ലേ? ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആൾക്കും ഒരു ആസ്വാദനം നടത്തുന്ന ആൾക്കും നമ്മളെ ആവശ്യമുണ്ടോ, നമ്മുടെ കഴിവിനെ ആവശ്യമുണ്ടോ, നമ്മുടെ സമയത്തിനെ ആവശ്യമുണ്ടോ എന്ന് പറയുന്ന നമ്മുടെ ഒരു എബിലിറ്റിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയാൽ ഇവന്മാര് നമുക്ക് ഒരു 19,000 രൂപ മാസം സിമ്പിളായിട്ട് തരും. ആ 50,000 രൂപയ്ക്കകത്ത് ഒരു 10,000 രൂപ നമ്മൾ അങ്ങോട്ട് സിനിമ കണ്ടും ഭക്ഷണം കഴിച്ചും ഒക്കെ തീർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10,000 രൂപ നമ്മൾ ഇനി എല്ലാ മാസവും ചിലപ്പോൾ പണി ഉണ്ടാവത്തില്ലല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ബാക്കി വരുന്നതിനകത്ത് കുറച്ച് ആൾക്കാരെ സഹായിക്കണം. ബാക്കി നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികപരമായ രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന പരുവത്തിൽ നമ്മൾ ജീവിക്കരുത്. പണിയെടുത്താൽ മതി. പണിയെടുത്താൽ ആർക്ക് വേണമെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കാം. എടുക്കുന്ന പണി ഏറ്റവും സന്തോഷകരമായിരിക്കണം. നമ്മൾ എടുക്കുന്ന പണി കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം. ഈ സന്തോഷ കൈമാറ്റം നടക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും സാമ്പത്തികം കിട്ടും. ഇതാണ് ഇതിന്റെ ബേസിക് ലോ. ഹാപ്പിനെസ് ടു ഹാപ്പിനെസ് ആണ്. ഇപ്പൊ എല്ലാവർക്കും അറിയില്ല, തലച്ചോറിനകത്ത് ഡോപ്പമിൻ ഉണ്ട്, അതുപോലെ തന്നെ സെട്രാസ്ട്രോൺ, അങ്ങനെ രണ്ടൊരു ഹോർമോൺ ഉണ്ട്. അങ്ങനെ ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കുക. അപ്പം ഞാൻ ഇതിന് വളരെ സിമ്പിളായിട്ട് കണ്ടൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ, സന്തോഷം നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നാണ്. അത് എന്തിനും ആയിക്കോട്ടെ.
നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം വേറെ എവിടെയോ പോയി എന്നാണ്. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ എ ഗോഡ്. ഏലിയൻ കണ്ടു നോക്ക്, കുറെ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ ഭാഗ്യം, മനസ്സിലായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ പടം വരുമ്പോ കണ്ടു നോക്ക്. എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ഞാൻ ആൾക്കാരെ സ്നേഹിക്കും. ഈ സ്നേഹിക്കുന്ന ആൾക്കാര് എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോകും. പിന്നെ അവരുണ്ടാക്കുന്ന കുരുക്ക് എന്നുവെച്ചാൽ എന്റെ കൂടെ 10 ദിവസം നടന്നാലും ഞാൻ എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടിട്ട് ഇനിയിപ്പം ഞാൻ ആരുടെയും തോളെ കയറാൻ വരുന്നില്ല, അല്ലെങ്കിൽ സൗഹൃദങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു നിലപാടിലേക്ക് പോവാണ്. ഷൈൻ കുമാർ. അപ്പൊ ഷൈൻ കുമാർ ചോദിച്ച ഒരു ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്ത അത്ര സമയം. ആ, അതിരെ കൊന്ന റോക്കി ബൈ. ആ മണ്ടന ഇവനൊക്കെ ഇവന്റെ തന്തക്കൊക്കെ എന്നെ പണിയെന്ന് എനിക്കറിയാൻ പാടില്ല. ആ ചെറുക്കനൊക്കെ ചൊറിച്ചില്ല. അവന് വല്ല മരുന്നും മേടിച്ചു വിടുക. ഗൂഗിൾ പേ വഴി വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുക. എടാ മന്ദബുദ്ധിയുടെ കൊടുത്തടാ. 99.99% കാശും തിരിച്ചു കൊടുത്തു. ഒരു 10,000 വട്ടം പറഞ്ഞല്ലോ, നിനക്ക് ഇതിനെ കാതില്ലേ കേൾക്കാനായിട്ട്? നിന്റെ കാത് ആരെങ്കിലും പറിച്ചോണ്ട് പോയോ? അതോ നീ ഇങ്ങനെ കമന്റ് അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ നീ എന്റർടൈനർ ആവുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഭയങ്കരമായ സന്തോഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലത്തെ ഒരു ക്യാരക്ടർ സിനിമയിൽ അഭിനയിച്ച് നിനക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ റീൽസിൽ അഭിനയിച്ചു തരാം, നീ കണ്ട് ആസ്വദിക്കുക. അല്ലാതെ ഇങ്ങനെ കമന്റ് ഇട്ട് നീ സ്വയം കൊണയാനാവുന്ന എന്തിനാ? മന്ദബുദ്ധിയൊക്കെ. ഷാഫി ഇങ്ങനെ സ്ട്രെയിൻ എടുക്കണോ ഷാഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫി ഇതില്ലാത്ത പ്രശ്നം എന്നാണെന്നറിയോ? ഇതിനകത്തെ പ്രശ്നം, സിനിമ എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു റീൽസ് ഇടുന്ന പോലെ, വല്ല ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലത്തെ പ്രോസസ് അല്ല. അതിന് കുറേ പരിപാടികളുണ്ട്. പക്ഷാ ഇതൊന്നും സിനിമാക്കാർ ഇന്നേരെ പറഞ്ഞിട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇതിന്റെ ഒഫീഷ്യൽ പരിപാടികൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എന്നെ സംബന്ധിച്ച്, ഞാനിപ്പം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞ ഒരു വ്യക്തമായ പ്രൊഡ്യൂസറെ വെച്ചിട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ബാനറിന്റെ സപ്പോർട്ടിലോ ഒരു തൊഴിലാളിനെ പോലെ ഉണ്ടാക്കുന്ന സിനിമയൊന്നും അല്ലല്ലോ. നമ്മൾ ഈ പണ്ടൊക്കെ കശുവണ്ടിയൊക്കെ പെറുക്കി നടക്കുന്ന പോലെ അവിടുന്ന് കുറച്ച് 10 കശുവണ്ടി കിട്ടും, ഇവിടുന്ന് കുറച്ച് 10 കശുവണ്ടി കിട്ടും, ഇതെല്ലാം കൂടെ കൂട്ടി വെക്കും, എന്നിട്ട് നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ച് എന്നിട്ട് അവർക്ക് അത് വേവിച്ച് പൊട്ടിച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ ആഗ്രഹമുള്ള കുറച്ച് പേരെ അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിക്കുന്നു, അവരെ എല്ലാവരും കൂടെ കൂട്ടിച്ചേർക്കുന്നു, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അവരെ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് 25 പേർക്കുണ്ടാകുന്ന സന്തോഷവും അതുവഴി ഇത് കാണാൻ വരുന്ന പ്രേക്ഷകന് പുതിയൊരു ആശയവും, ഒരു പുതിയ സിനിമയുടെ ഒരു പുതിയ ത്രെഡും, അല്ലെങ്കിൽ പുതിയൊരു കഥയുടെ ഒരു പുതിയൊരു ഒരു വൈബും ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കമോൺട്ര ഏലിയൻ കൊണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏലിയൻ ഇങ്ങനെ നൂറുകണക്കിന് ഏലിയന്മാരുടെ പടം വരും. അതൊരു ഒരു സംരംഭമാണ്. അങ്ങനെ കണക്കാക്കിയാൽ മതി. ആർക്കും, സിനിമാ മോഹമുള്ള ആർക്കും അവസരം ഉണ്ടാക്കി അവരെ വെച്ചിട്ട് പടം ചെയ്ത് ഞാൻ കൊടുക്കും. എനിക്ക് അതിൻ്റെ അകത്ത് ഇപ്പം അവരുടെ അഭിനയം കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവർ അഭിനയിച്ചത് ശരിയായില്ല, അവരുടെ ഡബ് ചെയ്തത് ശരിയായില്ല, അങ്ങനെ കാണാൻ ഗുണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവന്മാരെ നന്നാക്കി അവർക്കൊക്കെ വില ഉണ്ടാകുന്നത് വരെ ഞാൻ കൂടെ നിർത്തും. മനസ്സിലായില്ല? അവരൊക്കെ ഒരു ബ്രില്യന്റ് ആക്ടർ ആവുന്നത് വരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താ വെച്ചാല്, നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കൂടെ വേണ്ടേ? കാര്യം നമ്മളെ ചതിക്കാനായിട്ട് ആൾക്കാർ വരും. സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മൾ ചതിക്കപ്പെടും. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. കുറച്ച് സ്ട്രഗിളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ പ്രാഥമിക ഘട്ടത്തിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞായിരുന്നു, നമുക്ക് ആദ്യത്തെ പുട്ട് വെന്ത് വരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ പുട്ട് അല്ല പുഷ്പം പോലെ വെന്തോളും. ട്രെയിനിങ് മരിച്ചു പോകാതിരുന്നാൽ മതി. ഇപ്പൊ കണ്ണൊക്കെ കണ്ടില്ലേ, അടിച്ചു പോകാറായി. മരിച്ചു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ പറയും അവൻ ഭയങ്കര സംഭവമായിരുന്നു, ആനയാണ് ചെയ്യുന്നത്. മഹീരാവണം. നിനക്ക് നല്ല ഭാവി ഉണ്ടാകുമ്പോഴത്തെ ആരെന്ത് പറഞ്ഞാലും വാക്കുകൊണ്ട് നീ ജയിക്കാൻ നിൽക്കരുത്. നിന്റെ കഴിവ് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അല്ലെ, പാട്ട് പാടി കഴിവ് തെളിയിക്കാനാണ് ഈ 2 പാട്ട് പാടാൻ എളുപ്പമാണ്. ഇനി അതല്ല, കഥ പറഞ്ഞ് കഴിവ് കാണിക്കാനാണെങ്കിൽ കഥ പറയാൻ എളുപ്പമാണ്. പടം വരയ്ക്കാൻ അത് എളുപ്പമാണ്. ഇനി അതല്ല, വല്ല സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ചെയ്യണോ അത് എളുപ്പമാണ്. കീബോർഡ് വായിക്കണോ അത് എളുപ്പമാണ്. നമ്മളൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതൊരു ചെറിയ പരിപാടിയല്ല. അതുകൊണ്ടിട്ട് ഇച്ചിരി ഇച്ചിരി നമ്മൾ ബുദ്ധിമുട്ടിയാലും ഒരു നാൾ ഒരു നാൾ അത് സംഭവിച്ചിരിക്കും. ബോബി പണിക്കർ പറയണ എനിക്കൊരു ഹായ് തരുടിയായിരുന്നു. ഹായ്.
ആയതിരുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? അത് ശരി. ബോബി പണിക്കർ പറയാൻ താങ്കളുടെ ആദ്യകാല പോസ്റ്റ് മുതൽ താങ്കളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒരു ഹായ് തരൂ സഹോ. ഹായ് 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 ബോബി പണിക്കർക്ക് ഹായ്. ഹായ് പോരെ, ഒന്നുകൂടെ ആയില്ലേ? ബോബി പണിക്കരുടെ കമന്റിനെ റെസ്പോണ്ട് ചെയ്ത് കണ്ടില്ലേ? ഈ നെഗറ്റീവുകൾക്ക് ഒന്നും തന്നെ ഞാൻ കമന്റിൽ റിപ്ലൈ കൊടുക്കൂലേടാ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ഇൻഡസ്ട്രി ഹിറ്റ് ഐറ്റം ലോഡിങ് കമോൺ ട്രയലിൻ തോമസ് മാൽബി. ഇൻഡസ്ട്രി ഹിറ്റ് ആയില്ലേലും എന്റെ പൊന്നുമക്കളെ, ഒരു 500 പേരെങ്കിലും പടം കണ്ടാൽ കൃതാർത്ഥനാണ്, സന്തോഷവാനാണ്. ഇനി 10 പേരെ പടം കണ്ടുള്ളൂ, സന്തോഷവാനാണ്. കാര്യം നമുക്കൊരു സിനിമ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഫോർമുല വർക്കൗട്ട് ആവുമല്ലോ, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാലോ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൽ നൂലിഴകാരും തുടച്ചില്ല. നോ ഫിയർ നോ കെയർ ചോദിക്കണം, ആര് ചോദിച്ചാലും ഉറപ്പായിട്ട് നടത്തും ബ്രോ, 100%. തൊക്കിന് ജീവനുണ്ടെങ്കിൽ പടം ഇറക്കി ചെയ്യും, അതിലൊരു മാറ്റവും ഇല്ല. ഇച്ചിരി ലേറ്റൊക്കെ ആവും, പക്ഷെ വരും. ദുൽഖർ സൽമാൻ പറഞ്ഞു ഒരുപാട് പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ടും വരും, എത്താതിരിക്കുന്നില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, ഒരു കഴിവിനെയും എളുപ്പമായി കരുതരുത് മാഹിരാവാൻ. എളുപ്പമുള്ളതാണ് കഴിവ്, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് ശേഷിയില്ല എന്നാണ്. ഇപ്പം APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായ ഒരു പരിപാടി ചെയ്യുന്നവനല്ല, ആ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്ത് അതിന്റെ സക്സസ് പാർട്ടിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ളവനാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ വരും, നമ്മുടെ ഭൂമി നമ്മുടെ അല്ല. എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഭൂമി ഹ്യൂമൻസിന്റെ അല്ല, എന്റെ കണ്ടെത്തലാണ്. കാര്യം, നമ്മളൊരു 2 മാസം വീട് താമസം ഇല്ലാതെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്ക്. തിരിച്ചു വരുമ്പോൾ പൊടികൾ കയറി പാത്രങ്ങളടക്കം നശിച്ച്, അതിന്റെ സോഫ ആയിക്കോട്ടെ അതിന്റെ കട്ടിലായിക്കോട്ടെ എന്ന് വേണ്ട എല്ലാം നശിച്ചു. അതായത് നമ്മൾ ഡെയിലി അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഒപ്പം നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭൂമി നിങ്ങളെ കൊല്ലും. അതാണ് ഭൂമിയുടെ ഒരു സ്റ്റൈൽ. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു 100-150 ദിവസം അല്ലെങ്കിൽ 200 ദിവസമൊക്കെ കുളിക്കാതെ നടന്നു നോക്കും, അസുഖം വന്ന് മനുഷ്യൻ തീരും. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഭൂമി നമ്മുടേതാണെങ്കിൽ, നമ്മുടെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനറ്റ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് വരില്ല. പക്ഷെ മൃഗങ്ങൾക്ക് ഇത് ഓക്കെ, അവരെല്ലാ ദിവസവും ക്ലീൻഡ് ഒന്നും ആവുന്നൊന്നുമില്ല, അവരൊക്കെ മൂഡിൽ പോകണം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ കുരങ്ങനിൽ നിന്നാണ് ഹ്യൂമൻസിനെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തിന് കുരങ്ങനിൽ നിന്നും ഒരു മനുഷ്യനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മനുഷ്യന് ഇവിടെ എന്താണ് പറയുന്നത്? മനുഷ്യനെ സഹായിക്കാനല്ലാതെ മനുഷ്യന് ഇവിടെ വേറൊരു കാര്യമില്ല. മനുഷ്യനെ സഹായിക്കാനല്ലാതെ മനുഷ്യൻ ഈ ഭൂമി നിൽക്കുന്നതുകൊണ്ട് മനുഷ്യന് വേറൊരു കാര്യം ചെയ്യാനാണ്. മനുഷ്യന് അറിവ് കൊണ്ട് ഓരോരുത്തരെ സഹായിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ഡോക്ടർ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് കണ്ണുമൂക്ക് കാത് ചെവി എല്ലാം ഉണ്ട്,
നമുക്ക് കണ്ണുമുക്ക് അതെല്ലാം ചെവിയുണ്ട്. പക്ഷെ അയാൾക്ക് ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രോഗീനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള അറിവുള്ളത് കൊണ്ട് അയാളുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന രോഗിയുടെ അവസ്ഥ മനസ്സിലാവും. അതേ ശരീരം തന്നെയുള്ള ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഒരിക്കലും ഈ രോഗിയുടെ രോഗാവസ്ഥനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ള കാര്യം, ആ രോഗത്തിനെ മനസ്സിലാക്കാനായിട്ടുള്ള അറിവ് ഈ പറയുന്ന എഞ്ചിനീയറുടെ തലച്ചോറിലില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചായക്കടക്കാരൻ കണാരൻ ചേട്ടന്റെ തലച്ചോറിലില്ല. അല്ലെന്നുണ്ടെങ്കിൽ ബസ് ഡ്രൈവർ ആയിട്ടുള്ള രാജു ചേട്ടന്റെ തലയിലില്ല. കാര്യം അറിവിനനുസരിച്ചിട്ടേ നമ്മുടെ കണ്ണിന് കാഴ്ച മാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ബോധം മാറുള്ളൂ. നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഫോർ അവർ ലൈഫ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് നമുക്ക് നോളജ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്? എന്തിനാണ് നമുക്ക് നോളജ്? നമ്മൾക്ക് മറ്റൊരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നോളജ് വേണം. നമ്മൾക്ക് മറ്റൊരാളെ സഹായിക്കേണ്ട, മറ്റൊരാളെ സന്തോഷിപ്പിക്കേണ്ട നോളജിന്റെ ആവശ്യമേ ഇല്ല. വല്ല കപ്പയത്തിൽ നിന്ന് വീട്ടിയിരുന്ന. അങ്ങനെ ആദ്യകാലത്തുള്ള ആൾക്കാര് മനുഷ്യനെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യും? ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഇരുട്ടത്ത് കൂടി നടന്നു പോകുമ്പോൾ ചിലർ കിണറ്റിൽ വീഴുന്നു, അല്ലെങ്കിൽ കുളത്തിൽ വീഴുന്നു, കായൽ വീഴുന്നു. അങ്ങനെ സമയത്ത് എന്ത് ചെയ്യടാ? ഇരുട്ടത്ത് കൂടി നടന്നു പോകുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ ആകുമ്പോഴത്തേക്കും മേളിൽ എന്തോ കത്തി നിൽക്കുന്നുണ്ട്, അപ്പൊ താഴത്തും എന്തോ എന്തെങ്കിലും കത്തിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോഴായിരിക്കും രണ്ട് പാറക്കെട്ട് തമ്മിൽ കൂട്ടിയുരച്ച് തീ ഉണ്ടാക്കുകയും പിൽക്കാലത്ത് പന്തം ഉണ്ടാക്കുകയും പന്തത്തിന്റെ വെളിച്ചത്തിൽ രാത്രിനെ മറികടന്ന് ഇവർ പോകുന്നു. അതുവരെ ഈ ഭൂമി ബ്ലാക്ക് എർത്ത് ആയിരുന്നു. രാത്രിയിൽ വെളിച്ചമില്ലാതിരുന്ന സമയത്ത് ഭൂമിനെ ബ്ലാക്ക് എർത്ത്, വെളിച്ചമുണ്ടായിരുന്ന സമയത്ത് ഇതിനെ വൈറ്റ് എർത്ത് എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ഈ അറിവ് മാറി 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 പന്തത്തിൽ നിന്നും ലൈറ്റിലേക്കും, ലൈറ്റിൽ നിന്നും LED-യിലേക്കും, അതിനുശേഷം പല 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 വിഭാഗത്തിലേക്കും, പലതരം പല എഫിഷ്യന്റ് ആയിട്ടുള്ള നോളജസ്, അല്ലെങ്കിൽ കുറെ ഈസിയസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരുടെ ചിന്തയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതെല്ലാം തന്നെ മറ്റുള്ള മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോളജ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മറ്റൊരു മനുഷ്യനെ സഹായിക്കാനാണ്. അപ്പം ആവശ്യങ്ങളും ജീവിത രീതിയിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ദൈവം എന്ന് പറയുന്നത്, ആർക്കാണോ ഭൂമിയിൽ സന്തോഷമുള്ളത് അവരുടെ കൂടെ ദൈവമുണ്ട്, ആർക്കാണോ സന്തോഷം ഇല്ലാത്തത് അവരുടെ കൂടെ ദൈവമില്ല. അപ്പൊ ചിലർ ആർട്ടിഫിഷ്യലായിട്ട് സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ഥിരത ഉണ്ടാവില്ല. നമ്മളെ ഭയങ്കര എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിറങ്ങിത്തിരിക്കുന്ന ആൾക്കാര് പെട്ടെന്ന് പൊട്ടിപ്പോവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാല് എളുപ്പത്തിൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കത്തില്ല. എളുപ്പത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പലതും ഉണ്ടാക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാതെ. കാര്യം ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നോളജ് ഇല്ലായ്മയല്ലോ. നോളജ് നമുക്ക് തിങ്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്താബോധം ഏത് ലെയറിൽ പോകുന്നു, എവിടെ നിന്നാണ് ഈ ചിന്തയുടെ ആൻസേഴ്സ് കിട്ടുന്നത്? ഉത്തരം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദ്യം വേണം. ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം ഉണ്ടാവുള്ളൂ. ആ ഉത്തരങ്ങളാണ് അറിവായിട്ട് മാറുന്നത്. ആ അറിവുകളാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്, നമ്മുടെ സെൻസേഴ്സ് ആയിട്ട്. അതൊക്കെ കൊണ്ടിട്ടാണ് ഡോക്ടർക്ക് ഒരു രോഗിനെ കാണുമ്പോൾ അയാളുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാര്യം, ഒരു കഴിവിനെയും എളുപ്പമായി കാണരുത് എന്ന് പറയുമ്പോൾ, എന്താണ് കഴിവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഏത് വിധത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവനെ ആസ്വദിപ്പിക്കാൻ പറ്റുമോ, അവനെ സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റുമോ, അതാണ് കഴിവ്. ആ കഴിവിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏത് മാർഗവും യൂസ് ചെയ്യാം. ഏത് മാർഗവും നിങ്ങൾക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, സിനിമ ചെയ്യാം, വട്ടവഴി നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന എന്ത് മാർഗവും അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അതൊരിക്കലും ഒരാൾക്ക് ഉപദ്രവിക്കുന്ന പരുവത്തിലേക്ക് ആവരുത് എന്ന് മാത്രമാണ് ലോകത്തിൽ മനുഷ്യന്റെ ഏക നിയമം. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും. നന്ദിയുണ്ട് സഹോ ബോബി പണിക്കർ. താങ്ക് യു ബ്രോ. സപ്പോർട്ടാണ് എല്ലാവരും. ഞാൻ ബുക്ക് ചെയ്യും ടിക്കറ്റ് തന്നെ. താങ്ക് യു.
ഈ ചൊറിയന്മാർക്ക് കമന്റ് കൊടുക്കത്തില്ല കേട്ടോ. എന്റെ സമയം ചൊറിയന്മാർക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല. എനിക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഞാൻ വരാം. അപ്പൊ നിങ്ങൾ നൈസായിട്ട് ചൊറിഞ്ഞു തന്നാൽ മതി. ഇപ്പൊ എനിക്ക് ചൊറിച്ചിൽ കമന്റുകൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. മണ്ണാറശാലയിൽ ഞാൻ ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു, ബോബി പണിക്കർ. നമ്പർ DM ചെയ്യാം. ഈ DM എന്ന് പറഞ്ഞാൽ എന്തുവാണ് അത്? ഇന്നാളും ആരണ്ട് ചോദിക്കുന്നുണ്ട് DM എന്ന്. നമുക്ക് ഇതിന്റെ ഷോർട്ട് ഫോം ഒന്നും പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. DM എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സഞ്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റാഫി ഒരു കോമഡി പറഞ്ഞത് കണ്ടിട്ട് അവൻ കുറെ ചൊറി കമന്റ് ഇട്ടെങ്കിലും അവൻ ഇപ്പൊ ഇട്ട കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, രസമുണ്ട്. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഈ കള്ളപ്പന്നി അടിച്ച സാധനം വാങ്ങി അടിച്ച മതിയായിരുന്നു. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ അല്ലേ വരുന്നത്. തോട്ട് ആൻഡ് തിയറി ഓഫ് വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ടെക്സ്റ്റ് എഴുതുന്നുണ്ട് വെച്ചാനെ. താനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചു നോക്കും. നോഫർ നോസ് എന്ത് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ലല്ലോ മറുപടി തരാൻ. റാഫിയുടെ അടുത്ത കമന്റും എന്നെ ഭയങ്കരമായി ചിരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ കണ്ട് സമയം കളയാതെ എല്ലാവരും ഇറങ്ങിപ്പോയി സഹകരിച്ചാൽ ഈ സഹോദരന് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഈ കൊറേടി തോന്നുള്ളൂ. എല്ലാവരും ഒന്ന് സഹകരിച്ച് ഇറങ്ങിപ്പോ ഗൈസ്. എന്തൊരു കുശുംബനാണെന്ന് ആലോചിച്ചു. ഈ റാഫി എന്ന് പറയുന്ന വ്യക്തി ഇട്ടേക്കാൻ കമന്റ് എന്തൊരു കുശുംബാണ്. അവന്റെ എന്ത് അസൂയാണെന്ന് നോക്കിയാൽ. അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം കുറെ ആൾക്കാരത് കാണാനുള്ളത് കണ്ടിട്ട് അവന് കുരു പൊട്ടിയിട്ടേ അവന് സഹിക്കുന്നില്ല. അവൻ എന്ത് ഊഹ് ഇവനാന്ന് തോന്നുന്നു ഈ സീരിയലിനൊക്കെ കഥ എഴുതുന്നത്. മണ്ടൻ. ഉം. அடமழை வரும் அதில் நனைவோமே குளிர்காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இருதூக்கம். വിശക്കുന്നു. ഞാനെന്നാ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ലൈവ് ഇടാം കേട്ടോ. കൊള്ളാം, ഈ പരിപാടി നല്ല രസമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമുക്കൊരു 10 മണി മുതൽ 11 മണി വരെ നന്ദകുമാറുമായി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നിങ്ങളുടെ സംശയം നിങ്ങൾ ചോദിക്കുക, എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു സൗഹൃദം കൂടാം. പിന്നീട് ഭാവിയിൽ എപ്പോഴും നമുക്കൊരു മീറ്റപ്പ് നടത്താം, നമുക്ക് എൻജോയ് ചെയ്യാം. നിങ്ങളുടെ വേറെ കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ വീട് കയറി താമസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ പാട്ട് പാടാനായിട്ട് എന്തെങ്കിലും പരിപാടി, ഒരു കരോക്കെ ഗാനമേള ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ കൂടെ ഞാനും ഒരു 5-8-10 പാട്ടുകാരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ 10-25 പാട്ടൊക്കെ പാടി നിങ്ങളുടെ പരിപാടി വൻ കളറാക്കി തരാം. അഭിലാഷമ്മ വന്നിട്ടുണ്ട് ലൈവായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ പാട്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കല്യാണം, അതുപോലെ തന്നെ പെരവാസലി അല്ലെങ്കിൽ ഏതെങ്കിലും ഇനാഗുറേഷൻ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾക്ക് നിങ്ങൾക്ക് നല്ല 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 ഒരു ഗാനമേള പോലെ, കരോക്കെ ഗാനമേള പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാതോ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇഷ്ടം പോലെ ഗായകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഗായികമാരും ഉണ്ട്. നമുക്ക് ചെത്തറിപ്പിക്കാം. അതെ, ഞാൻ ആ കമന്റ് ഇട്ടപ്പോൾ 36 ആളുണ്ടായിരുന്നു. ഇപ്പൊ 25ആയി. എടാ ഇപ്പൊ 27ആയിടാ, രണ്ടുപേരും കൂടി. ഇതേ ഇപ്പൊ 28ആയി. റാഫി ഇതേ ഇപ്പൊ 30ആയി. റാഫി നിന്റെ കാര്യത്തിൽ തീരുമാനമാണ്. അവരിപ്പോ 32ആയി. റാഫി ഇപ്പൊ 32ആയി. റാഫി പറയുവാന്ന് എല്ലാരും ഇറങ്ങിപ്പോ. എന്റെ ഇപ്പൊ 32 പേരായി. നേരത്തെ അവൻ പറഞ്ഞപ്പോ 36 പേരുണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ഇപ്പൊ 32 വന്ന് നിൽക്കുകയാണ്. 32 ഒരു തരം, 31 ഒരാൾ പോയി, 25, 32 വീണ്ടും അഗൈൻ 32, 30 വീണ്ടും രണ്ടുപേര് പോയി.
റാഫി ഇറങ്ങി പോടാ, നീ മാത്രം അങ്ങ് പോയാൽ പോരെ, വിഷയം കഴിഞ്ഞില്ലേ? ബാക്കി ആൾക്കാർ വരട്ടെ. ഇത് 32ആയി, 30, 32, 30, 32 എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് വ്യൂവേഴ്സ്. ഇതൊക്കെ ഇനി ഒരു 3 ലക്ഷത്തിലേക്കും 4 ലക്ഷത്തിലേക്കും ഒക്കെ വരിക എന്ന് പറയുന്ന അധികം കാലം താമസമൊന്നുമില്ല. എന്റെ ഒരു പടം ഇറങ്ങി, ഒരു അഞ്ചാമത്തെ പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ലൈവൊക്കെ വരുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ വരട്ടെ, അത്രയൊക്കെ വരട്ടെ. അപ്പൊ എന്തായാലും നല്ല 33ആയി. റാഫി എവിടാ? റാഫി താഴത്ത് പോയവൻ, വീട്ടിൽ പോയിട്ട് ഉറങ്ങിപ്പോയവൻ. അവൻ പറയാണ് 20, അവൻ പറഞ്ഞത് കൊണ്ടിട്ട് ആൾക്കാർ പോയത്. ഇപ്പൊ 33 പേരായാലും 35 പേരൊക്കെ ആയി കാണാൻ, 34, 35 പേരൊക്കെ ആയി. മതി. എടാ 30 പേര് എന്നെ കാണുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ. 35ആയി. റാഫി എന്ന് പറഞ്ഞ അവന്റെ അണ്ണാക്കിട്ട് അടി കിട്ടിയല്ലേ ഇപ്പോട്ടോ. 35 പേര് ഇപ്പൊ വന്നു. അവൻ പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാരും ഇറങ്ങിപ്പോയെന്നാണ് അവൻ പറഞ്ഞത്. റാഫി കമന്റ് ഇട്ടേക്കുവാണ്, അവൻ എന്തോ അവൻ ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോക്കണം പറഞ്ഞപ്പോഴത്തേക്കിനും ലൈവിൽ വന്ന് എല്ലാവരും ഇറങ്ങിപ്പോയെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാരും വന്നല്ലോ. എടാ 30 പേര് ഇന്നിപ്പം ഈ 11:30 മണിക്ക് 30 പേര് ഞാൻ പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ സമയത്ത് നോക്കിക്കോ, ഇത് 30,000-ന് മുകളിൽ ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് അത് 3 ലക്ഷത്തിലേക്ക് പോകും, 3 കോടിയിലേക്ക് പോകും. ഭാവിയിൽ അത്രയും ആൾക്കാർ അത് കാണാനുണ്ടാവും. എനിവേ, ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. നാളെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇതേ സമയത്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണമെങ്കിലോ പാട്ടോ മിമിക്രിയോ, അങ്ങനെ പാട്ടേ എന്നെ കൊണ്ട് നടക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ വരാം. അപ്പം നன்றി, വണക്കം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. പിന്നെ കാണാം. താങ്ക് യു.